ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്രയും സ്നേഹവും ബഹുമാനവുമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 4ാമത്തെ ചൊവ്വാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഒരു വിത്തിൻ്റെ ഉപമയാണ് കർത്താവ് പറയുന്നത്. ദൈവരാജ്യം ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശമാകും. വിത്ത് വിതയ്ക്കുന്നത് ദൈവം തമ്പുരാനാണ്. ഭൂമി മനുഷ്യനാണ്, അല്ലെങ്കിൽ ഈ പ്രകൃതിയാണ്. ദൈവം തമ്പുരാൻ ഇവിടെ വിത്ത് വിതയ്ക്കുന്നത് ദൈവമക്കളിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനമാണ് ആ വിത്ത് എന്ന് പറയുന്നത്. ആ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നു, പകൽ അധ്വാനിക്കുന്നു, അതിന് വെള്ളമൊഴിക്കുന്നു, വളം കൊടുക്കുന്നു, കളകൾ പറിക്കുന്നു. ആ വിത്ത് നാം അറിയാതെ തന്നെ മുളച്ചു വന്ന് അതിന് ഇലകളുണ്ടാകുന്നു, അതിന് വേരുകളുണ്ടാകുന്നു, അതിൽ കതിരുകളുണ്ടാകുന്നു, കതിര് വിളയുന്നു, അല്ലെങ്കിൽ ഫലമുണ്ടാകുന്നു. ഫലമുണ്ടായി കഴിയുമ്പോൾ ഉടമസ്ഥൻ അതിനെ കൊയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഫലം പറിച്ചെടുക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനാണ് നാം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വിതയ്ക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഗലാത്യർ 5:23 പറയുന്ന കാര്യങ്ങളാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഫലം, അതായത് ആത്മാവിൻ്റെ ഫലം. പരിശുദ്ധാത്മാവാണ് ദൈവവചനത്തെ വളർത്തുകയും അതിനെ വിളയിക്കുകയും ചെയ്യുന്നത്. പ്രാർത്ഥനയോടെയാണ് നാം ദൈവവചനം വിതയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം തമ്പുരാൻ അതിനെ വളർത്തുകയും അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ഒരുപക്ഷെ നമ്മൾ കാണുന്നില്ലായിരിക്കാം, നമ്മൾ ഉറങ്ങുകയായിരിക്കാം, മറ്റു പല സ്ഥലത്തായിരിക്കാം. പ്രാർത്ഥനയോടെ വിതച്ച വിത്ത് ഒരിക്കൽ ഫലം കായ്ക്കും. നല്ല ഫലം കായ്ക്കുന്ന വിത്തിനെ ഫലത്തെ തമ്പുരാൻ കൊയ്തെടുക്കും. നമ്മുടെ ജീവിതത്തിൽ സുവിശേഷമാകുന്ന വിത്ത് ദൈവം തമ്പുരാൻ സുവിശേഷകരിലൂടെ അല്ലെങ്കിൽ വൈദികരിലൂടെ വിതയ്ക്കുമ്പോൾ ആ വിത്ത് മുളച്ച് വളരുവാൻ നാം അവസരം കൊടുക്കും. പ്രാർത്ഥനയോടെ നാം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നുവെങ്കിൽ, അതിനെ മനനം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ഉള്ളിൽ കിടന്ന് വളരും. അത് വലിയ ഒരു മരമായി തീരും. നല്ല ഫലം പുറപ്പെടും, നല്ല വിളവ് പുറപ്പെടും. വിളവ് പാകമാകുന്ന സമയത്ത് തമ്പുരാൻ അത് കൊയ്തെടുക്കും. അത് ദൈവരാജ്യത്തിലേക്ക്, കളപ്പുരയിലേക്ക് ശേഖരിക്കുവാനാണ്. ദൈവരാജ്യമാകുന്ന കളപ്പുരയിൽ ശേഖരിക്കപ്പെടേണ്ട വിത്തുകളാണ് ദൈവവചനം എന്ന് മറന്നു പോകും. തമ്പുരാനെ, ഞങ്ങൾ നിന്റെ തിരുവചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ ഇത് ഫലം കായ്ക്കേണ്ടതാണെന്ന് ബോധ്യത്തോടെ വിതയ്ക്കുവാൻ, ഇത് വളരേണ്ടതാണ് ബോധ്യത്തോടെ വിതയ്ക്കുവാൻ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിന്റെ വചനം ഫലം പുറപ്പെടുവിക്കുവാൻ, ആത്മാവിന്റെ ഫലങ്ങളായിരിക്കുവാൻ തരണമേ. ഞങ്ങൾ എന്നാളും നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ